അത് പറഞ്ഞ പോലെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെൻറ്റ് വിച്ച് ഐ ഹവ് ഹാഡ് ഹാഡ്. കാറ്റലിസ്റ്റ് എന്ന് പറയുമ്പോൾ എനിക്കൊരു ബാക്ക് ബോൺ തന്നെയാണ്. ഞാൻ ഇവിടെ ഇപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിനാണ് CMAക്ക് ജോയിൻ ചെയ്തത്. ശരിക്കും ഇവരാ താങ്ക്സ് പറയണ്ടേ ഫോർ സെലക്ടിങ് ദ ബെസ്റ്റ് ഫാക്കൽറ്റി പൂൾ ഫോർ എസ്. സൂപ്പർ ഫാക്കൽറ്റീസാണ്, ഓരോ പേപ്പേഴ്സിനും എക്സ്പേർട്ട് ഫാക്കൽറ്റീസാണ്. എനിക്ക് ഓർമ്മയുണ്ട് FM-ൻ്റെ ഒരു അഫ്സൽ സാറുണ്ട്. മൂപ്പരുടെ ക്ലാസ് കോൺസെപ്റ്റ് ബേസ് പ്ലസ് ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടാവും. അഡ്വൈസ് ഉപദേശമല്ല നമുക്ക് കേൾക്കാൻ മതി, പക്ഷെ ഇതൊരു മോട്ടിവേഷനാണ്. മൂപ്പറ മോട്ടിവേഷൻ കൊണ്ട് എൻ്റെ റൂമിൽ ഒരു വാൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. മൂപ്പറ മോട്ടിവേഷൻ കാരണം CMAനെ പറ്റിയുള്ള എൻ്റെ ഡെഡിക്കേഷൻ എല്ലാം കൂടി ഞാൻ ഓരോ ഷോർട്ട് നോട്ട്സ് ചെയ്തത് എൻ്റേതായ കലണ്ടറാക്കും, ടൈം ടേബിൾ ചെയ്തു, അങ്ങനെ ഒരു വാൾ മൊത്തം സ്റ്റിക്കർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് FM-ൻ്റെ എക്സാമിൻ്റെ അന്ന് ഞാൻ സാറിന് മെസ്സേജസ് ചോദിച്ചു, സാർ ഇങ്ങനെ FM എക്സാം കഴിഞ്ഞു, അടിപൊളി കഴിഞ്ഞു, എനിക്ക് എക്സംഷൻ ഉണ്ടാവും, അതായത് 60+ മാർക്ക് ഉണ്ടാവും. അൽഹംദുലില്ലാ ലോ ഒഴികെ ബാക്കി പേപ്പേഴ്സിൽ എനിക്ക് 70+ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 10-23 കൊല്ലം എൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒപ്പത്തിൽ നിന്ന് ഒന്നും ലോ കേൾക്കാതെ എൻ്റെ വളർത്തിയ 2 പേര് അവിടെ ഉള്ളത്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എൻ്റെ ഉമ്മാൻ്റെ കല്യാണം കഴിച്ചിട്ട് ഉപ്പ 26 കൊല്ലം ഗൾഫിലേനു. അതായത് ഞാൻ ഒരു 15 വയസ്സുള്ളപ്പോൾ ഉപ്പ നാട്ടിൽ ക്യാൻസലാക്കി വന്നത്. അപ്പോൾ ആ ഒരു 15 വയസ്സ് വരെ എൻ്റെ ഉപ്പ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എനിക്കൊരു ഗസ്റ്റ് റോളാണ്. അതായത് കൊല്ലത്തിൽ വരും, 1 മാസം നിൽക്കും പോവും, ആ ഒരു ഗസ്റ്റ് ടൈപ്പ്. ആ 15 വയസ്സ് കഴിഞ്ഞ് ഈ 8 കൊല്ലം ഞാൻ ഉപ്പയായിട്ട് ക്ലോസ് ആയത്. ഞാൻ +1 +2 അഡ്മിഷൻ, ഡിഗ്രി അഡ്മിഷൻ, പിന്നെ CMAക്ക് എല്ലാം എന്നേക്കാൾ ഉത്സാഹം കാണിച്ചത് ഈ 2 പേരാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു 1.5 കൊല്ലം മുമ്പ് ഞാൻ ഡിഗ്രി കഴിഞ്ഞ് CMAനെ പറ്റി അറിഞ്ഞ് CMA എൻക്വയറി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തിങ്കളാഴ്ച ഞാനും ഉപ്പയും ടൗണിൽ ഇറങ്ങി. അതായത് ഫേമസ് CMA ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒന്ന് കയറി CMAനെ പറ്റി അന്വേഷിക്കാനുള്ള രീതിക്ക്. ഫസ്റ്റ് നമ്മൾ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്ത് സർവീസ് സെൻറ്ററിൽ ഇരിക്കുമ്പോൾ എനിക്ക് കഴിയാണ്ടായി, എൻ്റെ കണ്ണിൽ നോക്കി വെള്ളം വന്ന് ഒരു സുഖമില്ലാണ്ടായി. അപ്പോൾ ഇപ്പോൾ ആദ്യം പറഞ്ഞു, ഓക്കെ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം, ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് പോവാം. ഹോസ്പിറ്റലിൽ പോയി ഞാൻ ഡോക്ടർ റൂമിൽ കയറി. ഞാൻ ആദ്യം കയറിയിട്ടുള്ളൂ. ഡോക്ടർ അതിനെ നോക്കി, പിന്നെ ഡോക്ടർ പറഞ്ഞു, ഓക്കെ ഒപ്പതാരാ വന്നേ, ഉപ്പാനെ വിളിക്കേ. ഉപ്പാൻ്റെ പറയും ഇങ്ങനെ ബെൽസ് പാൽസിയാ, അതായത് ഹാഫ് സൈഡ് ഫേസിൻ്റെ പാരലൈസ്ഡ് 2 months ട്രീറ്റ്മെൻറ്റ് വേണം. അതായത് കണ്ടിന്യൂസ് ഫിസിയോതെറാപ്പി കാരണം പോകും, മാറും. എനിക്ക് കുറച്ച് സിവിയർ ആയിരുന്നു, പക്ഷേ ഇവർ എന്തായാലും പ്രാർത്ഥനയെല്ലാം കൊണ്ട് അൽഹംദുലില്ലാ എനിക്കത് ട്രീറ്റ്മെൻറ്റ് സുഖമായി. അപ്പോൾ അത് പറയുന്ന സമയത്ത് എൻ്റെ ഉപ്പ ഭയങ്കര നെർവസ് ആയിരുന്നു. ഉപ്പ നെർവസായി, ഉപ്പാൻ്റെ കണ്ണൊക്കെ വെള്ളം വന്ന് ഉപ്പ ഫസ്റ്റ് ഡോക്ടറോട് ചോദിച്ചത്, ഡോക്ടറെ എൻ്റെ മോൾക്ക് ഞാൻ ഇതിന്ന് CMAനെ ചേർക്കാൻ, CMAയിലേക്ക് അവർക്ക് CMA ആഗ്രഹം, അപ്പോൾ CMA ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനും ഓളെ ഇന്ന് ടൗണിൽ ഇറങ്ങിയതാ. അപ്പോൾ ഓളെ പഠിപ്പിന് ഇതെന്തെങ്കിലും എഫക്റ്റ് ആവുമോ, ഓൾക്ക് പഠിക്കാൻ വിടണം, എനിക്ക് ഓളെ പഠിപ്പിക്കാൻ അയക്കണം, അപ്പോൾ അതിന് ഈ എന്തെങ്കിലും എഫക്റ്റ് ആവോ, ട്രീറ്റ്മെൻറ്റ് നടന്നോട്ടെ, പക്ഷേ ഓള് പഠിപ്പിന് പോയിക്കോട്ടെ അല്ലേ. ഡോക്ടർ ഇല്ല അതൊന്നും പഠിക്കണ്ട, ഇപ്പോൾ അഡ്മിഷൻ ടൈമല്ലേ, ക്ലാസ്സൊന്നും ഇല്ലല്ലോ, നിങ്ങൾ അതൊക്കെ പഠിക്കും. ആ സമയം പോലും എൻ്റെ ഉപ്പാക്ക് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ പഠിപ്പും അതായിരുന്നു മെയിൻ ഉപ്പ മനസ്സിൽ കണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അന്നത്തെ ദിവസം ഹോസ്പിറ്റലിൽ മൊത്തം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഉപ്പ എന്നെയും കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് CMAക്ക് അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അത്രയ്ക്ക് എന്താ പറയുക, ശരിക്കും നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്, നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടോ, അത് സാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ടോ, നമ്മൾ ലൈഫിൽ എന്തൊക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളൊരു മൊമെൻ്റാണ് ഞാൻ ഇപ്പോൾ ഇവരുടെ മുമ്പിലും എല്ലാ മുമ്പിലും കാണുന്നത്. ശരിക്കും നേരത്തെ ദിനേശ് സാറ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡോണ്ട് ഗിവ് അപ്പ് എന്നാണ്. ശരിക്കും നമ്മളൊരു ലൈഫിൽ ഒരു സ്റ്റെപ്പ് ബാക്കോട്ട് വെച്ചാൽ എപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് ബാക്കോട്ട് തന്നെ വെക്കേണ്ടി വരും. നമുക്ക് അറിയില്ല പറഞ്ഞാൽ അതൊന്ന് അച്ചീവ് ചെയ്യാതെ മുമ്പോട്ട് പോകാതോ എന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തൂല. ശരിക്കും ട്രൈ ടിൽ യു സക്സീഡ് എന്നൊക്കെ പറയുന്നില്ലേ, അതേപോലെ തന്നെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, എന്തായിട്ടും അതിനൊരു സക്സസ് ഉണ്ടാവും. ജീവിതമല്ലേ, അങ്ങനെ പോയിക്കോളൂ. ഓക്കെ, താങ്ക് യു ആൾ.